ജിഷയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ദുരൂഹത. ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ എടുത്തില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് ആർഡിഒയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയില്ല. മെഡിക്കൽ സർജനു പകരം പോസ്റ്റ്മോർട്ടം നടത്തിയത് PG വിദ്യാർത്ഥികൾ. ജിഷയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, അമ്മയെ മൃതദേഹം കാണിച്ചത് ശ്മശാനത്തിൽ വെച്ചാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, അതിദുരൂഹത നിറയുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണം ഇനി ഏത് രീതിയിലേക്ക് ആണ് നീങ്ങേണ്ടത്? മറ്റു വിവരങ്ങൾ കൂടി. പോലീസിന്റെ ഭാഗത്തു നിന്നും അതീവ ഗൗരവകരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായേക്കുന്നത്. കാരണം ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നേരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൊടും തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നിട്ടും ഇതിനെ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേളയിൽ പോലും റവന്യൂ അധികാരികളോ അല്ലെങ്കിൽ വീഡിയോ കവറേജ് ഒക്കെ വേണമെന്നുള്ളതാണ് ഇത്തരത്തിൽ വിവാദമായ കേസുകളിൽ സാധാരണ നാം കണ്ടുവരുന്നത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ കേസിൽ അത്തരത്തിൽ യാതൊരു സംഭവം ഉണ്ടായില്ല. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ പോലീസ് കാര്യമായിട്ടുള്ള പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം ഒന്നും തന്നെ നടത്തുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ടാവണം കാര്യമായിട്ടൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ പീപ്പിൾസ് ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഇടപെട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസിന്റെയും അതുപോലെ മന്ത്രിമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ വളരെയധികം സഹായം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ പെൺകുട്ടിയുടെ ഘാതകരെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം 38 മുറിവുകളാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 5 പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശ്വാസം മുട്ടിച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കാം പെൺകുട്ടിയുടെ ശരീരത്തിൽ ഈ മാരകമായ മുറിവുകൾ ഉണ്ടാക്കിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് പല്ലുകൊണ്ടുള്ള മുറിവുകളുമുണ്ട്. ഇതിന്റെ DNA ടെസ്റ്റിനായിട്ടുള്ള സാമ്പിളുകളും അയച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഫോറൻസിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടികൾ പോലീസിന് ഗുണകരമാകും. എങ്കിൽ പോലും പോലീസ് ഇതുമായി അന്വേഷിക്കാതിരുന്നതാണ് പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിയാത്തതെന്നാണ് പതുക്കെ തീർച്ചയായും ഷാജി, അതുതന്നെയാണ്. ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ടും പോസ്റ്റ്മോർട്ടം സമയത്ത് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിസ്സംഗത, ഒപ്പം അന്വേഷണം സംഭവം കഴിഞ്ഞ 7 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയും അന്വേഷണം ഒരു രീതിയിലും എത്താത്ത ഒരു സാഹചര്യം, അത് പോലീസിന്റെ ഭാഗത്തെ വലിയൊരു വീഴ്ച ആയി വേണ്ടേ ചൂണ്ടിക്കാണിക്കാൻ? തീർച്ചയായിട്ടും. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചെറിയ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ പോലും പോലീസ് വളരെ അടിയന്തരമായി ഇടപെടുകയും പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവാദമായതിനു ശേഷമാണ് ഇപ്പോൾ ഈ പെരുമ്പാവൂരിൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലൊരു ദളിത് പെൺകുട്ടിക്ക് ക്രൂരമായ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ട് അതിൽ കാര്യമായിട്ടൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ തിരഞ്ഞെടുപ്പ് വിതരണത്തിന്റെ മേഖലകളിലായിരുന്നു. എന്നാൽ കേരളത്തെ ഞെട്ടിച്ച ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മറച്ചു വെക്കുന്നതിന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ സംഭവ സ്ഥലത്തെത്തിയത്. നമുക്കറിയാം, ഇന്ന് രാവിലെ എത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ അമ്മയെ തന്നെ കാണാൻ സമയം കണ്ടെത്തിയത്. പക്ഷെ ഇതൊക്കെ തന്നെ വളരെയധികം വിവാദങ്ങൾക്കും അത്തരത്തിൽ ആരോപണങ്ങൾക്കും ഒക്കെ വിവാദമായിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ സംഭവിക്കുന്ന പോലെ അടിയന്തരമായിട്ട് തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുമായിരുന്നു. വ്യക്തമാണ്. ജിഷയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. കേരള ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കൊടും ക്രൂരതയ്ക്കാണ് ജിഷ ഇരയായത്. ലോകത്തിന് തിരുവട്ടമായി സംസ്ഥാനം കൂടി അന്ധകാരത്തിലാഴുകയാണ്. പ്രതീകാത്മകമായ പോരാട്ടമെന്ന നിലയ്ക്ക് ഇന്ന് സായാഹ്നം ഏതാനും നിമിഷത്തേക്ക് നമുക്കൊരു തിരിതെളിക്കാം. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കുറ്റം സമ്മതിച്ചില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്.
പിടികൂടിയ ആളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരില്ല. സംശയമുള്ള 7 പേർ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇന്നലെ മുതൽ കസ്റ്റഡിയിലുള്ളവർ അവർ പ്രതികളാണോ അല്ലയോ എന്ന് പോലും സ്ഥിരീകരിക്കാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും പോലീസിന്റെ മുമ്പിലുള്ളത്. ചോദ്യം ചെയ്യൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. അഞ്ജു, ഇന്നലെ കസ്റ്റഡിയിലെടുത്തവർ ആരും തന്നെ പ്രതികളല്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കത്തക്ക യാതൊന്നും പോലീസിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. കാരണം ഒരു തെളിവ് പോലും പോലീസിന്റെ പക്കൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പോലീസിന് മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കസ്റ്റഡിയിലെടുത്തവരാരും തന്നെ പ്രതികളല്ല എന്ന് വരുമ്പോൾ പുതിയ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയ രീതിയിലുള്ള മറ്റ് ശ്രമകരമായ അന്വേഷണ രീതികൾ മാത്രമാണ് ഇനി പോലീസിന് മുന്നിൽ അവശേഷിക്കുന്നത്. മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇത് വലിയ സമയമെടുക്കും എന്ന സൂചന തന്നെയാണ് കൃത്യമായി ലഭിക്കുന്നത്. യഥാർത്ഥ പ്രതി ഇനിയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏറെ സമയമെടുക്കും. അതേസമയം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീണ്ടും പെരുമ്പാവൂരിലേക്ക് എത്തും എന്ന സൂചനയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരിക്കും സംഭവിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചാലും ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു അന്വേഷണ പുരോഗതിയോ ഒരു തെളിവോ ഒന്നും അവശേഷിക്കാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ എന്ത് കൈമാറാനാവും എന്ന പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് എന്ത് കൈമാറാനാവും എന്ന ചോദ്യം ഉയരും. അപ്പോൾ ക്രൈംബ്രാഞ്ച് ആദ്യം മുതൽ തന്നെ ഇതേ അന്വേഷണ രീതി അവലംബിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മറ്റുമെല്ലാം ക്രൈംബ്രാഞ്ചിനും നടത്തേണ്ടി വരും. എങ്ങനെയായാലും ഇതിൽ പ്രതിയെ കണ്ടെത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് പോലീസിന് ആദ്യഘട്ടത്തിൽ സംഭവിച്ച വീഴ്ചയാണ് ഇത്തരത്തിലൊരു തിരിച്ചടിയായത്. പോലീസിന് ആദ്യഘട്ടത്തിൽ, അതായത് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ശക്തമായ ഒരു അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനകം യഥാർത്ഥ തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു. ഇത്രയും ദിവസമായി, അതായത് ഇന്ന് 7 ദിവസം പിന്നിടുമ്പോൾ പ്രതി തന്നെ ഒരുപക്ഷെ കടന്നു കളയാനുള്ള സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു. എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ അവശേഷിക്കുന്നത്. ഇത്രയും 2 ദിവസങ്ങളായി ശ്രമകരമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടും ഇപ്പോഴും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം ആണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ് പെരുമ്പാവൂരിലും കേരളമൊട്ടുക്കും തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. രാവിലെ മുതൽ തന്നെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് പെരുമ്പാവൂരിൽ കാണാനായത്. പോലീസ് ഇടപെട്ട് ഇവരെ ലാത്തി കൊണ്ട് അടിച്ചു ഓടിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടുതൽ സമരത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും ഇപ്പോഴും പെരുമ്പാവൂരിൽ നടക്കുകയാണ്. അതിനെ നേരിടാൻ പോലീസ് സേനയെ വിന്യസിച്ചിട്ടും ഉണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനെതിരായ പ്രതിഷേധവും പെരുമ്പാവൂരിൽ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു. തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകളില്ല എന്നുള്ള കാരണമാണ് ഇപ്പോൾ പോലീസിനെ കുഴക്കുന്ന വലിയൊരു പ്രശ്നം. ആദ്യം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ കൂടി വരുന്നു. തന്നെയുമല്ല, സുഹൃത്തുക്കൾ പോലും ജിഷയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന വസ്തുത, ഒപ്പം മൊബൈൽ ഫോണിന്റെ ഉപയോഗം, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം, ഇവയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും ഇത്തരത്തിൽ സാങ്കേതിക തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുകയല്ലേ? അതൊരു വലിയ പ്രതിസന്ധിയാണ് പോലീസിന് മുന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ജിഷയ്ക്കും കുടുംബത്തിനും എല്ലാം വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജിഷയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ വളരെ കുറച്ച് നമ്പറുകൾ മാത്രമാണ് ഇതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വലിയ വ്യാപ്തി നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത്തരത്തിൽ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ അസ്വാഭാവികമായും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വളരെ ഒട്ടും സജീവമല്ലാത്ത ഒരു പ്രകടനക്കാരി കൂടിയായിരുന്നു ജിഷ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണത്തിനും പ്രസക്തിയില്ല. ഇത്തരത്തിൽ സൗഹൃദങ്ങൾ കുറവായിരുന്നതും മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കാതിരുന്നതും എല്ലാം പോലീസിനെ വലിയ രീതിയിൽ തന്നെ കുഴക്കുന്നുണ്ട്. ഇവരുമായി അല്ലെങ്കിൽ ഇവരോട് എതിർപ്പുണ്ടായിരുന്നവർ ആരെല്ലാമാണ് എന്ന് കണ്ടെത്താൻ അയൽവാസികളിൽ നിന്ന് പോലും പോലീസിന് വലിയ രീതിയിൽ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് കുഴക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും എവിടെ നിന്നും തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള
അന്വേഷണം പോലീസിന് മുൻപിൽ ഇനി അവശേഷിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണമാണെങ്കിൽ തന്നെ ഏറെ സമയം എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിയെ ഉടൻ പിടികൂടും, അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിലാണ് അന്വേഷണം, ശരിയായ ദിശയിലാണ് അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉമേഷ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തന്നെ പെരുമ്പാവൂരിലെത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യതയും അതും ഇന്ന് തന്നെ ഉണ്ടാവുമോ? ആഭ്യന്തരമന്ത്രി ഇന്ന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എല്ലാം സാധ്യതകൾ മാത്രമാണ്. കാരണം സർക്കാരിന് ഏറെ സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരാഴ്ചയായിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് വലിയ ഒരു സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വലിയ വീഴ്ചയായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇത്തരത്തിലൊരു മറ്റൊരു ഏജൻസിയെ അന്വേഷിപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ പലർക്കും ആശ്വാസമായേക്കാം എന്ന ഒരു ധാരണ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത വരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാലും ഇതേ നടപടിക്രമങ്ങളെല്ലാം തന്നെ തുടരണം എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ ശ്രമകരമായ അന്വേഷണ രീതി തന്നെ ക്രൈംബ്രാഞ്ചിനും അവലംബിക്കേണ്ടി വരും. എന്തു തന്നെയായാലും പ്രതിയെ പിടികൂടാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് രാജ്യസഭ. പ്രശ്നത്തിൽ കേന്ദ്രത്തിന് ഇടപെടാമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ അറിയിച്ചു. പ്രതികളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്ന് രാജ്യസഭയിൽ CPIM അംഗം CP നാരായണൻ ഉന്നയിച്ചു. കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതമല്ലെന്നും CPIM പറഞ്ഞു. കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സവർചന്ദ് ഗെഹ്ലോട്ട് പെരുമ്പാവൂരിലെത്തും. പെരുമ്പാവൂരിൽ ദളിത് വിദ്യാർത്ഥി ജിഷ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം രാജ്യസഭയിൽ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ശൂന്യവേളയിൽ വിഷയമവതരിപ്പിച്ച CPIM MP CP നാരായണൻ രാജ്യത്തിന് തീരാക്കളങ്കമാണ് ജിഷ കൊലപാതകമെന്ന് പറഞ്ഞു. ജിഷ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനം പരാജയപ്പെട്ടുവെന്നും CPIM കുറ്റപ്പെടുത്തി. ദളിത് പെൺകുട്ടികൾക്ക് നേരെയുള്ള പീഡനം തുടർക്കഥയായിട്ടും സംരക്ഷണം നൽകാൻ കേരള സർക്കാരിന് കഴിയുന്നില്ലെന്ന് D രാജ MPയും ചൂണ്ടിക്കാട്ടി. ജിഷ കൊലപാതകത്തെ രാജ്യസഭ ഒന്നടങ്കം അപലപിച്ചു. പ്രതികളെ വേഗത്തിൽ പിടികൂടാനും കനത്ത ശിക്ഷ നൽകാനും കേരളത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. ദളിത് വിഷയം കൂടിയായതിനാൽ കേന്ദ്ര സർക്കാരിന് സംഭവത്തിൽ ഇടപെടാമെന്നും ഉപാധ്യക്ഷൻ വ്യക്തമാക്കി. ദളിതരെ സംരക്ഷിക്കാൻ കേരള സർക്കാരിന് കഴിയുന്നില്ലെന്നായിരുന്നു BJP കുറ്റപ്പെടുത്തൽ. ദൈവത്തിന്റെ സ്വന്തം നാട് ബലാത്കാരികളുടെ നാടായി മാറാതിരിക്കാൻ നടപടി വേണമെന്ന് BJP MP തരുൺ വിജയ് പറഞ്ഞു. നാളെ തന്നെ പെരുമ്പാവൂർ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് അംഗങ്ങളാരും വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷയുടെ കൊലപാതകത്തിൽ ദില്ലിയിലും പ്രതിഷേധം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള ഹൌസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. പോലീസ് പ്രകോപനമൊന്നുമില്ലാതെ ലാത്തി വീശുകയായിരുന്നു. കഴിവുകെട്ട ഭരണം നിലനിൽക്കുന്നിടത്തോളം നാട്ടിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും രക്ഷയുണ്ടാകില്ലെന്നും VS. പുതിയ അന്വേഷണ സംഘം വേണമെന്നും VS ജിഷയുടെ അമ്മയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മൃഗീയമായ ബലാത്സംഗവും അതിനെ തുടർന്നുള്ള കൊലയും അറിഞ്ഞിട്ട് ഇത്രയും ദിവസം കാത്തുനിന്ന മുഖ്യമന്ത്രിയും പോലീസും അവരുടെ ഒരു തരത്തിലുള്ള ന്യായവാദങ്ങളും ശരിയല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സംഭവം. പ്രതികൾ ഉടൻ തന്നെ പിടിയിലാവുമെന്ന്, അങ്ങനെയാണോ? ആകട്ടെ, നമുക്കെല്ലാം അത് കാണാമല്ലോ, നമുക്കത് സന്തോഷിക്കാമല്ലോ. അങ്ങനെയുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുമായിരുന്നോ? മാത്രമല്ല സർ, വർക്കലാലും വേറെ ഒരു റേപ്പ് ഇപ്പം ന്യൂസ് വെളിയിൽ വരുന്നുണ്ട്. ഇത് കേരളത്തിൽ എന്തോ സംഭവിക്കുന്നത്? ഇപ്പം കേരളത്തിൽ ഇതേപോലുള്ള പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിവുകെട്ട ജനങ്ങളുടെ അഭിപ്രായങ്ങളെയും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത
ഒരു ഭരണം ഇരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളൊക്കെ പോട്ടെ, പ്രതികളെ പിടികൂടാൻ പറ്റാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയല്ലേ? നല്ല സംശയമുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ ഇവരെ തന്നെ വെച്ച് തന്നെ അന്വേഷണം ഒരു കാര്യമില്ല. പുതിയ ഒരു ടീമിനെ വച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയാലേ സത്യസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ആത്മാർത്ഥത ഈ ഗവൺമെന്റിനുണ്ടോ? ആ മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്നിട്ട് പത്രക്കാരെയും പ്രവർത്തകരെയും എല്ലാം തന്നെ ആട്ടിയോടിക്കുകയല്ലേ ചെയ്തത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. കേസിന്റെ ഗൗരവമനുസരിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചാൽ ജിഷയുടെ സഹോദരിക്ക് ജോലി നൽകും. എന്നാൽ മറ്റു ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല. അവർ കണ്ടു, അവരുടെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതായിരിക്കും. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ മരിച്ച സഹോദരിയാണ്. ആ സഹോദരിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആ കുടുംബവും ആഗ്രഹിക്കുന്നതാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോടു കൂടി ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും. ഔദ്യോഗിക തലത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക തലത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തത് PG വിദ്യാർത്ഥി. നമ്മൾ ഈ സംഭവത്തിന്റെ ഗൗരവവും അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തലും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിനുള്ള നടപടികളെടുത്തു. ഒരിക്കലുമില്ല, ഒരു പ്രശ്നവുമില്ല. ജിഷമാർക്കല്ല, ക്രിമിനലുകൾക്കാണ് കേരളത്തിൽ സംരക്ഷണം ലഭിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നും പിണറായി വയനാട്ടിൽ പറഞ്ഞു. പോലീസിൽ തന്നെ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നവർക്കും ക്രിമിനൽ സ്വഭാവമുള്ളവർക്കുമാണ് മുൻഗണന എന്ന അവസ്ഥ വന്നില്ലേ? അതിൻ്റെ എല്ലാം ഫലമല്ലേ ഇത്? പാവപ്പെട്ട ജിഷമാർക്ക് രക്ഷയില്ലാത്തത് ഇത്തരം പോലീസ് നാട്ടിലുള്ളത് കൊണ്ടല്ലേ? ഇങ്ങനെ പോലീസ് അധപ്പതിച്ചത് 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ. ക്രമസമാധാനം തകർത്തു കളഞ്ഞില്ലേ? അതിൻ്റെ ഭാഗമല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിന് പുതിയ അന്വേഷണ സംഘം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സത്യസന്ധമായ അന്വേഷണത്തിന് വനിതാ IGയോ DIGയെയോ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നും കോടിയേരി കോട്ടയത്ത് ആവശ്യപ്പെട്ടു. പോലീസിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസുകാർ നടത്തിയ ആക്രമണം അത്യന്തം അപലപനീയമാണ്. ജിഷ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകന്മാരുടെ വായ് മൂടിക്കെട്ടാനാണ് ഇത്തരത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകന്മാരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് വളരെ ഗൗരവമുള്ളതാണ്. ജിഷ സംഭവത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ഗൗരവതരമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം അതിനകത്ത് ദുരൂഹതയുണ്ട്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കേസന്വേഷണം നടക്കുന്നതിന് മുമ്പ് സംഭവത്തിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് എങ്ങനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ കഴിഞ്ഞു? പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്.
പോലീസ് പ്രകോപനമൊന്നുമില്ലാതെ ലാത്തി വീശുകയായിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായി. മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് ആക്രോശിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. മകളെ തരൂ എന്ന് മുഖ്യമന്ത്രിയോട് ജിഷയുടെ അമ്മ. മറുപടി പറയാനാകാതെ മാധ്യമങ്ങളോട് കയർത്ത് മുഖ്യമന്ത്രി. ഉന്നയിക്കുന്നു, ഘാതകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ അവർ ഭരണകൂടവും പോലീസും ശ്രമിച്ചിരുന്നുവെങ്കിൽ ജിഷയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇന്നസെന്റ് എം പി. ജിഷയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണം, പോലീസ് ഇവരൊക്കെ വളരെ ശുഷ്കാന്തിലൂടെ ആലോചിച്ചിരുന്നുവെങ്കിൽ എത്രയോ നേരത്തെ തന്നെ ഇതിൻ്റെ ആളുകളെ കണ്ടുപിടിക്കാമായിരുന്നു. നമുക്ക് ഈ സമയത്ത് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. അവരുടെ അമ്മയുടെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കാരണം അവർ LLBക്ക് ചേർന്നു, അവരൊരു വക്കീലാവും എന്ന് വിചാരിച്ചു. നമ്മളാലോചിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മകള് ഇങ്ങനൊരു നിലയിൽ വന്നു കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് വരെ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് അവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ദുഃഖിക്കാൻ, അവരുടെ ജീവനൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇനിയുള്ള അവരെയെങ്കിലും സംരക്ഷിക്കേണ്ട കടമ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ്. തീർച്ചയായിട്ടും അതിലൊരാൾ ഞാനുമാണ്, അല്ലാതെ ഞാൻ വേറൊന്നും ഞാനിപ്പോൾ പറയുന്നു. നീതിക്കൊരു തിരുനാളം. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഴുകുതിരി പ്രതിജ്ഞ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ആലപ്പുഴയിലും മെഴുകുതിരി പ്രതിജ്ഞ നടക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊച്ചിയിൽ കുറുപ്പുംപടി ജിഷയുടെ വീടിന് സമീപത്തും ആണ് മെഴുകുതിരി പ്രതിജ്ഞ. കോഴിക്കോട് ബീച്ചിലും ആലപ്പുഴ ബീച്ചിലും ജിഷയ്ക്ക് വേണ്ടി അണിചേരൽ നടക്കും. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കൈരളി പീപ്പിളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നീതിക്കായി തിരുനാളം പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു. കേരള ചരിത്രത്തിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത കൊടും ക്രൂരതയ്ക്കാണ് ജിഷ ഇരയായത്. ലോകത്തിന് തിരുവട്ടമായി സംസ്ഥാനം കൂടി അന്ധകാരത്തിലാഴുകയാണ്. പ്രതീകാത്മകമായ പോരാട്ടമെന്ന നിലയ്ക്ക് ഇന്ന് സായാഹ്നം ഏതാനും നിമിഷത്തേക്ക് നമുക്കൊരു തിരിതെളിക്കാം. കേരളത്തിൽ സ്ത്രീപീഡനവും ബലാത്സംഗവും തുടർ പരമ്പരകൾ ആകുന്നു. പെരുമ്പാവൂരിനും വർക്കലയ്ക്കും പിന്നാലെ ചിറയൻകീഴിലും ബലാത്സംഗം നടന്നു. ചിറയൻകീഴ് നെടുമ്പന സ്വദേശിയായ വൃദ്ധയെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്തു. രക്തസ്രാവത്തെ തുടർന്ന് വൃദ്ധ അത്യാസന്ന നിലയിൽ. വർക്കല സംഭവത്തിലെ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പെരുമ്പാവൂരിലെ ജിഷയുടെ മൃഗീയ കൊലപാതകത്തിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ പരമ്പരകളാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരിലും വർക്കലയിലും കാസർഗോഡിനും പിന്നാലെ ചിറയൻകീഴ് 5 തെങ്ങ് നെടുമ്പന സ്വദേശിയായ 68-കാരിയാണ് ബലാത്സംഗത്തിന് വിധേയയായത്. മെയ് 2-ാം തീയതി നടന്ന സംഭവം പുറത്തായത് ഇന്നലെ രാത്രിയോടെയാണ്. കടുത്ത രക്തസ്രാവത്തെ തുടർന്ന് വൃദ്ധ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതോടെയാണ് സംഭവം പുറത്തായത്. നെടുമ്പന സ്വദേശിയായ വൃദ്ധ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം വീട്ടിനുള്ളിൽ കയറിയ അക്രമി വൃദ്ധയെ ആക്രമിക്കുകയായിരുന്നു. വയ്യെങ്കിലും ഇഴഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ സ്റ്റേഷൻ വരെ വന്ന് പിന്നെ അവിടെ നിന്നാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും അവിടെ കൊണ്ട്
എനിക്ക് മിണ്ടാനും എടുക്കാനും സംസാരിക്കാനും ഒന്നും വയ്യ. എനിക്ക് ഒന്നിനും വയ്യാത്ത കണ്ടീഷനിലാക്കിയവൻ. പിന്നെ എനിക്കത് വെളിയിൽ തുറന്ന് പറയാൻ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അതേ രീതിയിൽ അവൻ എന്നെ പ്രവർത്തിച്ചു. കണ്ണിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ ഇവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ പറയുന്നു. സംഭവത്തിൽ പ്രതികളെ ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. വർക്കലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിനായില്ല. പ്രതികളെപ്പറ്റി കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ 2 ബന്ധുക്കൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതായിട്ടാണ് വിവരം ലഭ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം പൂജപ്പുര നിർഭയ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മാർത്താണ്ഡം സ്വദേശിനിയായ 16-കാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെയാണ് പാലക്കാട് നിന്നും പൂജപ്പുര നിർഭയയിൽ എത്തിയത്. രാവിലെ 9 മണിയോടെയാണ് പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നിർഭയയിലായിരുന്ന പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ കാണാതായ 16-കാരിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മാർത്താണ്ഡം സ്വദേശിയായ മാതാവ് ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇവിടെ ഉള്ള കുട്ടികളെ എല്ലാം അബ്യൂസ്ഡായിട്ടുള്ള പീഡിപ്പിക്കപ്പെട്ട കുട്ടികളാണ്. ഇവരെല്ലാം സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമില്ല, അതിനുവേണ്ടിയുള്ള പ്രത്യേക വാഹനമില്ല. ഇവിടെ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് 2 കുട്ടികൾ ഇവിടുന്ന് ഒളിച്ചോടി പിന്നെ പോകുന്നത്. അപ്പോൾ ഇതൊരു മൈതാനത്ത് താമസിക്കുന്നതിൻ്റെ പ്രതീതിയാണ് ഈ സെൻറ്ററിൽ താമസിക്കുന്നത്. പൂജപ്പുര നിർഭയയിൽ ആവശ്യത്തിന് സുരക്ഷയില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് 2 പെൺകുട്ടികളെ ഇവിടെ നിന്നും കാണാതായ സംഭവത്തിലെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് നിർഭയ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യത്തിൽ പീപ്പിൾ ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ജിഷയുടെ മരണത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം അതിശക്തമായാണ് പ്രതികരിക്കുന്നത്. ജിഷയ്ക്ക് നീതി ലഭിക്കുന്നതിനായി പീപ്പിൾ TV ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ച് പ്രമുഖർ രംഗത്തെത്തി. മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും അപമാനകരമാവുന്നതിനാൽ അത്യന്തം പൈശാചികം എന്ന ഈ കൃത്യത്തെ വിശേഷിപ്പിക്കാനാവൂ എന്നാണ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചത്. ഇതുപോലൊരു സംഭവം ഉണ്ടാവുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ലെന്നും VS ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ജിഷയുടെ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഈ ക്രൂരത കാട്ടിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജിഷയുടെ ഘാതകരെ പിടികൂടാതെ പോലീസ് ഒളിച്ചുകളിച്ചത് കേരള ജനത ആശങ്കയോടെ കാണുന്നുവെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. ജിഷയുടേത് ഒറ്റപ്പെട്ട അനുഭവമല്ലെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് അമ്പരിപ്പിക്കുന്നതാണെന്നും പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയനും ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഇന്നലെ വരെ പല കാര്യങ്ങളിലും മലയാളി എന്ന പേരിൽ അപമാനിച്ചിരുന്നെന്നും ഡൽഹിയിൽ നിർഭയ എന്ന് വിളിക്കപ്പെട്ട പെൺകുട്ടി പിച്ചു ചീന്തപ്പെട്ടപ്പോഴും ഉത്തരേന്ത്യയിൽ പലയിടത്തും സ്ത്രീത്വത്തിനു നേരെ അപമാനിക്കലിന്റെ നഖമുനകൾ നീണ്ടപ്പോഴും നമ്മൾ അഹങ്കരിച്ചെന്നും പക്ഷേ പെരുമ്പാവൂരിലെ ജിഷ എന്ന പെൺകുട്ടിയുടെ അനുഭവത്തിനു മുന്നിൽ ഓരോ മലയാളിയുടെയും ശിരസ് അപമാനത്താൽ താഴ്ന്നു പോകുന്നുവെന്നും മമ്മൂട്ടിയും പ്രതികരിച്ചു. പീപ്പിളിന്റെ ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രൊഫൈൽ ചിത്രങ്ങളിൽ കറുപ്പിട്ടുകൊണ്ടാണ് ആഷിഖ് അബു അടങ്ങുന്ന പ്രമുഖർ പ്രതികരിച്ചത്. ഡൽഹിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരമല്ല, പെരുമ്പാവൂരിൽ നിന്ന് വീട്ടിലേക്കെന്നാണ് ദുൽഖർ സൽമാൻ പീപ്പിളിന്റെ ഹാഷ്ടാഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇനിയൊരു ജിഷ ഉണ്ടാകരുതെന്നും ഓരോ സ്ത്രീക്കും കാവലാകണമെന്നുമാണ് പീപ്പിൾ TVയുടെ ഹാഷ്ടാഗിനെ പിന്തുണച്ച പ്രമുഖരുടെ അഭിപ്രായങ്ങൾ. ഇത്തരത്തിൽ പീപ്പിൾ ക്യാമ്പയിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. പെരുമ്പാവൂർ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മധ്യകേരളത്തിൽ വൻ പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. കൊച്ചിയിൽ അടക്കമുള്ള പ്രതിഷേധങ്ങളിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു.